ഹലോ, അതെ, നിങ്ങൾ വണ്ടിന്റെ പേരൊന്നും മാറ്റിയില്ല അല്ലേ? കൊടുത്തിട്ടുണ്ടെന്നാ ഞാൻ അന്ന് പറഞ്ഞതല്ലേ സുഹൃത്തെ, ഞാൻ നിങ്ങളുടെ പേരിൽ കണ്ട ആക്കി തരാന്ന്. അപ്പൊ നിങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞല്ലേ വണ്ടിക്ക് തന്നത്. വിഷയമുണ്ട്, വിഷയമുള്ള കാരണല്ലേ. ഇപ്പൊ ചാർജ് എന്റെ മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, 2 ചാർജ്, ഒരെണ്ണം 2000, ഒരെണ്ണം 250. ആ ശരി, നിങ്ങൾ ആക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ എന്നാ ആക്കാൻ കൊടുത്തപ്പോ? നിന്റെ വണ്ടി പഠിച്ചിട്ട് മാസം എത്രയായി? നിങ്ങൾ 4 മാസം കഴിഞ്ഞ? ആ എന്ത് 4 മാസം മുന്നേ കൊണ്ടുപോയതല്ലേ നിങ്ങൾ വണ്ടി പേരിലേക്ക് ആക്കാന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഇതിന്റെ മേലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായി ആരത് അനുഭവിക്കേണ്ടത്? RC ഓണറല്ലേ അനുഭവിക്കേണ്ടത്? ഇനിയിപ്പോ നിങ്ങൾ വണ്ടി ആർക്കെങ്കിലും കൊടുത്തു, അയാൾ ഇതിന്റെ മേലെ എന്തെങ്കിലും തലവേദനക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്ക് അറിയാലോ. എന്തേലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെ പിടിക്കുക? ഒരു RC ഓണറിനല്ലേ പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ആ വണ്ടി 20,000 റുപ്യ കിട്ടുന്ന വണ്ടി 12,000 റുപ്യക്ക് തന്നത്. നിങ്ങൾക്കൊരു ഉപജീവനമാർഗം ആയിക്കോട്ടെ എന്ന് നിലയ്ക്ക് ഞാൻ 12 റുപ്യക്ക് തന്നത്. ഇപ്പൊ അത് ഉപകാരം ചെയ്ത് ഉപദ്രവമായി. ഇപ്പൊ എനിക്ക് 2250 രൂപ പെറ്റി വന്നിട്ടുണ്ട്. അതേ, 15 ദിവസത്തിനുള്ളിൽ വണ്ടിന്റെ പേര് മാറിയിട്ടില്ലെങ്കിൽ അപ്പൊ ഞാൻ അതിന് കാര്യങ്ങൾ എന്താ ചെയ്യണേ ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. മനസ്സിലായ? ഇനി എന്നോട് വിളിപ്പിക്കരുത് കേട്ടാ. ഇപ്പൊ 2250 രൂപ പെറ്റി വന്നിട്ട് അത് നിങ്ങൾ അടയ്ക്കോ? അടയ്ക്കില്ല. അത് നിങ്ങൾ അടയ്ക്കില്ല, എനിക്കറിയാം നിങ്ങൾ അടയ്ക്കില്ല എന്ന്. ഇതിന്റെ തെറ്റുകാരനാരാ? നിങ്ങള്. ഇപ്പൊ ഞാൻ അടയ്ക്കേണ്ട ഗതികേടാണ് അല്ലേ? അതെ, വണ്ടി ഞാൻ കളവ് പോയത് കൊണ്ട് കേസ് കൊടുക്കും. 15 ദിവസം കൂടി എന്റെ വണ്ടിന്റെ പേര് മാറിയിട്ടില്ലെങ്കിൽ. ഇത് എനിക്ക് എന്റെ അനുഭവം മാത്രമല്ല, ഒട്ടനവധി ആളുകൾക്ക് ഇങ്ങനെ അനുഭവങ്ങളുണ്ട്. പല ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പത്രങ്ങളിലോ ഈ ന്യൂസുകളിലൊക്കെ കാണുന്നതാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അറിയുന്നതല്ലേ തന്നതാ. അപ്പൊ അത് അബദ്ധമായി. എനിക്ക് തന്നെ കിട്ടി പണി. ഞാൻ 15 ദിവസം വെയിറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ വണ്ടിന്റെ പേര് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ശരി, ഓക്കെ.